KPS കോളമ്പിൻ്റെ ഒരു വോയിസ് കേട്ടു. ഇനി വിക്കായൻ്റെ നീലപ്പട്ടാളം ഡ്രസ്സിട്ട് ഒരു സമസ്തൻ്റെ ഒരു ആലിമ്യങ്ങളുടെ ജനാസയും പങ്കെടുപ്പിക്കാൻ പറ്റൂല, 4 ആലത്ത് കളിപ്പിച്ചൂല, പ്രത്യേകിച്ചും മയ്യത്ത് കുളിപ്പിക്കാനൊന്നും പിന്നെ ആ കോട്ടിടാൻ പറ്റൂല. അപ്പോൾ എന്നാൽ KPS പറയാൻ എന്താണെന്നറിയോ, വിക്കായൻ്റെ മക്കൾ ഇനിയും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരുങ്ങി വരേണ്ടടുത്തേക്ക് ഒരുങ്ങി വരും, ചമഞ്ഞ് വരേണ്ടടുത്തേക്ക് ചമഞ്ഞ് വരും, അതബിൽ വരേണ്ടടുത്തേക്ക് അതബിൽ വരും. പെട്ടെന്ന് കോട്ടും വേണ്ട സൂട്ടും വേണ്ട എന്നുള്ളിടത്തേക്ക് അങ്ങനെ ചെല്ലും. ഉദാഹരണം പറയാം, ചില അപകടങ്ങളൊക്കെ സംഭവിച്ച സ്ഥലത്ത് അവിടെ കോട്ട് തേങ്ങി നിൽക്കില്ല. വിക്കാൻ്റെ മക്കൾ നേരിട്ട് പോയി ഇടപെട്ടിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യലാണ്. എന്നാൽ കനാൽ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ടൗസറും കാര്യങ്ങളും ഇട്ട തൊപ്പിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവിടെ വൃത്തിയാക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്ത് ഓരോ യോജിച്ച രൂപത്തിൽ എന്ത് ചെയ്യും, വിക്കാൻ്റെ പട്ടാളം അത് രൂപീകരിച്ചത് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടി വന്നാൽ പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും പാവപ്പെട്ട പിന്നെ മൂല്യന്മാരെ ജോലി കളഞ്ഞിട്ട് അവരെ പെരിയിരുത്തി അതിന് വേണ്ട എല്ലാ കുതന്ത്രങ്ങളും മെനഞ്ഞിട്ട് അതാത് പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പാവപ്പെട്ട മാലിന്യങ്ങളുടെയും അതുപോലെ തന്നെ മുദരിസിമാരുടെയും കഞ്ഞുകൂടി മുട്ടിച്ച ഈ വിഭാഗം SKSF വിക്കായനെ നേരിടാൻ വേണ്ടി വന്നാൽ നിങ്ങളെ മയ്യത്തേക്കാർ ആദ്യം കുളിപ്പിച്ചത്. നല്ല ഓർമ്മിച്ചോണ്ടി, മനസ്സിലായോ? നിങ്ങളെന്താ വിചാരിച്ചത്? സമസ്തക്ക് ഇവിടെ ഒരു വേരോട്ടുണ്ട്, സമസ്തക്ക് ഇവിടെ അജയ്യമായ ശക്തിയുണ്ട്, പ്രത്യേകിച്ച് SKSF ഉണ്ട്. SKSF എന്ന് പറഞ്ഞാൽ സമസ്തൻ്റെ ഊന്നുവടിയാണ്, മനസ്സിലായില്ലേ? നല്ല ഓർമ്മിച്ചോണ്ടി. തുള്ളി എന്തും വിളിച്ചു വരാൻ വിചാരിച്ചിട്ട് ആ വിളിച്ചു വരലൊക്കെ പറഞ്ഞോണ്ടി, പക്ഷെ അത് നടപ്പിലാ വരുത്താൻ വേണ്ടി ശ്രമിച്ചോക്കോണ്ടി. അപ്പോൾ അറിയ വിവരം. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് മാത്രമേ ഇവിടെ ശക്തിയുള്ളൂ മനസ്സിലാക്കിയോ? 100 കഴിഞ്ഞ സമസ്തകളുടെ ജമ്മിയത്തുലമയ്ക്ക് ഇവിടെ 10,000-കണക്കിന് പടയാളി ഉണ്ടോ. ഓരോ ജില്ലയും 10,000-കണക്കിനുണ്ട്, മനസ്സിലായോ? കോട്ടും സൂട്ടും ഇട്ടിട്ട് നേരിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ലക്കണ്ട കാലം വരെ നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ തൊടാൻ കഴിയാത്തത്. നിങ്ങൾക്കിങ്ങനെ വലിയ വായോണ്ട് പിന്നെ വലിയ വർത്താനം പറയാനല്ലാണ്ട് സജാറാ കുജറാന്ന് പറയുന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്തെന്നറിയോ? അതായത് പ്രദേശത്തുള്ള ലീഗിൻ്റെ ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, പാവപ്പെട്ടവൻ്റെ പിന്നെ മുദരിസുമാർ ദിവസം മുടക്കുക, അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ കഞ്ഞൂടി മുട്ടിച്ച്, അല്ലാണ്ട് എന്ത് കുന്തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക? ഓരോലയ്ക്കും ചെയ്യാൻ കഴിയൂല, മനസ്സിലായോ? അത് കാലം തെളിയിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് വലിയ വർത്താനം പറയാൻ എന്താണ്? ഞങ്ങൾ ഇലക്ഷനിൽ ഞങ്ങൾ കാണിച്ചെന്നില്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കാണിച്ചെന്നില്ല, ഈ നിയമസഭാ ഇലക്ഷനിൽ കാണിച്ചെന്നില്ല എന്നൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രക്കാട് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാണ്ട്, 2016 നിങ്ങൾ എവിടെയായിരുന്നു? 2016 നിങ്ങളെ ശക്തി എവിടെ പോയിരുന്നു? 10 കൊല്ലം മുമ്പ് 2016 വലിയ പടവൃക്ഷങ്ങളല്ലേ പിന്നെ ഓരോ സ്ഥലത്തും. കുറ്റിപ്പുറത്ത് കുഞ്ഞാൽക്കുട്ടീനെ പിന്നെ വക വരുത്തിയില്ലേ? കേവലം ഒരു പിന്നെ ജലീൽ സാഹിബ്, അതുപോലെ തന്നെ മുനീറിനെ വക വരുത്തിയില്ലേ? അതുപോലെ തന്നെ ആരെ വക വരുത്താത്തത്? KP മജീദ് ഇരുത്തേണ്ടോട് തിരിഞ്ഞില്ലേ? ആരെ വക വരുത്താത്തത്? എല്ലാവരും വക വരുത്തിയില്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഉമ്മാക്കി കാണിച്ചൊന്നും ഞങ്ങൾ പേടിപ്പിച്ചാൽ നിൽക്കണ്ട. രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാഹചര്യത്തിനനുസരിച്ച് മാറി മറിഞ്ഞ് വരും, മനസ്സിലായോ? ആ ഒരു ഉങ്കൊന്നും കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട. സമസ്തൻ്റെ മക്കളെ ആരും വേദാറാക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ആത്മീയ സംഘടനയാണ്. ഞങ്ങൾക്ക് ആത്മീയമായ കരുത്തുള്ളത്, അല്ലാണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലമല്ല ഉള്ളത്. നല്ല ഓർമ്മിച്ചുകൊണ്ട് കോളാമ്പിനോടാണ് പറയുള്ളത്, കോളാമ്പിനെ താങ്ങുന്ന ആൾക്കാരുടെ പറയുള്ളത്. അടങ്ങി നിൽക്കുക, അല്ല പിന്നെ എന്താ പറയുക, പ്രകോപനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് പിന്നെ പബ്ലിക്കാക്കിയിട്ട് ജനങ്ങളെ പിന്നെ എന്താ പറയുക വികാരം ഇളക്കി വിടാനാണ് പിന്നെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ലോണം കൈകാര്യം ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ വിചാരിച്ച് അടങ്ങി നിൽക്കുന്നതോടെ എന്ത് ചെയ്യുക, പിന്നെ അപ്പം ഭരണം കിട്ടിക്കണോ, പിന്നെ അധികാരം കിട്ടിക്കണോ മനസ്സിലാക്കിയിട്ട് എന്തും വിളിച്ചേറേ നടക്കൂലട്ടോ കോളാമ്പിയെ. നല്ല ഓർമ്മിച്ചോണ്ടേ.